കാട് കണ്ടില്ലേ, ഇനി പറഞ്ഞാൽ വിശ്വസിക്കില്ല എന്ന് വിചാരിച്ചിട്ടാണ്. കണ്ടില്ലേ, അതൊക്കെ കാടാണ്. ഈ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ എൻ്റെ യാത്ര. ഈ ഒരു പോക്ക് വെറുതെ ആവില്ല. ഒറ്റയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ആയിട്ടേ ഞാൻ തിരിച്ചു വരുള്ളൂ, എന്തെങ്കിലുമൊക്കെ കയ്യിൽ കിട്ടിയിട്ടേ ഞാൻ വരുള്ളൂ. അപ്പോൾ അത് ഉറപ്പാണ്. കാത്തിരിക്കുക. ഇനി എൻ്റെ കാര്യം ഒറ്റയ്ക്ക്, സ്വന്തം കാര്യം സിന്താവാം, അതാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു കാട്ടിൻ്റെ ഉള്ളിൽ കൂടെയുള്ള യാത്രയാണ്. ഓക്കെ, ഇവിടെയാണ് ഞാൻ എൻ്റെ തീരുമാനം അവസാനമായിട്ട് എടുക്കുന്നത്. കേട്ടാ, ഒരു മനുഷ്യല്ല, ആളും അതില്ല, രക്ഷിക്കാനൊന്നും ഒരാളും ഇല്ല കേട്ടോ. ഇവിടെ ഞാൻ തീരുമാനം എടുക്കാൻ പോകുന്നത്, എനിക്ക് നീന്താനൊന്നും അറിയില്ല, ഞാൻ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ എല്ലാവർക്കും ബായ്. ഇപ്പോൾ പിടിച്ച മീനാണ്, ഫ്രഷ് മീൻ. ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആയിട്ട് വരുമെന്ന് പറഞ്ഞില്ല. ഞാൻ ആയി എനിക്ക് ഇവിടുന്ന് ഇത് കൊണ്ടുപോയി വറുത്ത് പൊരിച്ച് തിന്നാൻ പറ്റും. ഇപ്പോൾ പിടിച്ച സാധനമാണ് ഇതൊക്കെ ഇവിടുന്ന് ഇപ്പോൾ പിടിച്ചത്. ഇത് പിടിക്കാൻ പോകണേ ഞങ്ങൾ. നോക്കൂ, പൊന്നു കണ്ടാ, ഒക്കെ പിടിച്ചിട്ടുണ്ടാക്കിയ സാധനം പോയി. ഈ ഒരു മുതലിട്ടാ, ഈ മുതലാട്ടാ സാധനത്തിൽ പിടിച്ചിട്ടുണ്ടാക്കിയതാണ് രാത്രി. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇനി എന്തെങ്കിലുമൊക്കെ ഒന്ന് ആയിട്ട് വരുള്ളൂ എന്ന്. പിന്നെ ഈ സാധനം കൊണ്ട് വീട്ടിൽ പോയതാണ്. വീട്ടിൽ എന്തെങ്കിലും ഒരു വില ഉണ്ടാവുള്ളൂ, പട്ടിൻ്റെ വില പോലും ഉണ്ടാവില്ല. അതാണ്. ഏകദേശം എത്ര സമയമായിട്ടുണ്ടാവും ജോബിയ ഇത് നമുക്ക് നമ്മൾ വന്നിട്ട്? ഒരു 3/4 മണിക്കൂറിൻ്റെ ഉള്ളിൽ അല്ലേ? ഒരു 3/4 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഒരു 1.5 കിലോൻ്റെ അടുത്ത്. നല്ല കണ്ടോ, ഇത് വലിപ്പം നോക്കി, ഷോ കാണാൻ തന്നെ നോക്കി. അച്ഛൻ നാട് വിട്ടു മീൻ പിടിക്കാൻ പോയതാണ്. ഏട്ടാ, എന്താ നാട് വിട്ടു പോകാൻ കാരണം? ഇതിന് നാട് വിട്ടു പോയത് പറഞ്ഞോണേ. അപ്പല്ലേ ബാക്കി അപ്പല്ലേ അച്ഛൻ പറഞ്ഞെങ്കിൽ നാട് വിട്ട് പോയത് മീൻ പിടിക്കാനായിരുന്നു. വീഡിയോ കണ്ടപ്പോ നമ്മളെന്തെങ്കിലും അങ്ങനെ അടി ഉണ്ടായിട്ടാണെന്നുണ്ടെങ്കിൽ മനുഷ്യന് കുശി നിർത്തി 2 കൂടി കൊടുക്കാന്ന് വെച്ചിട്ടായിരുന്നു. പക്ഷെ അങ്ങനെ വഴക്കം തമ്മിത്തല്ല നമ്മൾ തമ്മിലൊന്നും ഉണ്ടായിട്ടില്ല. മീൻ പിടിക്കാൻ പോവാൻ വിട്ടാക്കാത്തതിന് ഇവിടെ നാട് വിട്ട് പോയതാ. മീൻ കൊടുക്കുന്നുണ്ട് എന്തായാലും. 12 മണി ആയി, എന്നാലും വേണ്ടില്ല, വച്ചിട്ടൊരു പടക്കണം. ചോറുമാമ മുതിര പുഴുക്കുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചാറുകറി ഒന്നുമില്ല. ഇത് തക്കാളി ഇട്ട് വെച്ചാൽ മതി. ഇതുവരെ പോയി നാട് വിട്ടിട്ട് ഞായറാഴ്ച പ്രതികാരത്തിൽ പോയാലെന്താ നന്നായി നോക്ക്. മീമി ചൂപ്പിന് മീമി പുഴമീൻ കൂട്ടിട്ട് നാട് വിട്ട് പോകുമ്പോഴേ കുറച്ച് മീൻ കൂടുതലായിട്ടാ പറഞ്ഞു. നികുതിക്ക് വേണം പറഞ്ഞു. അവിടെ വരുന്ന സമയത്ത് കുറച്ച് മീൻ പിടിച്ച് വെക്കാൻ പറഞ്ഞു.